പടച്ചവന്റെ മുമ്പിൽ കള്ളം നടക്കുകയില്ല. കൈ സംസാരിക്കുകയാണ്, കാലുകൾ സാക്ഷി പറയുകയാണ്, തൊള്ളക്ക് സീൽ വെക്കുകയാണ്. കോടതി ഓ മോനെ, അതൊരാഴ്ചയല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, 100 വർഷമല്ല, 1000 വർഷമല്ല, 10000 വർഷമല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന. ഒരൊറ്റ ദിവസത്തിന് 50000 കൊല്ലം. ഒരൊറ്റ ദിവസത്തിന് 50000 കൊല്ലം. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽക്ക് ഇന്ന് വരെയുള്ള കാലം കഴിഞ്ഞിട്ട് 1400 കൊല്ലമല്ലേ ആയുള്ളൂ. 1400-നോടടുത്ത വർഷമല്ലേ ആയുള്ളൂ. ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള കൊല്ലങ്ങൾ കൂട്ടിയാലും അതേ 10000 മറികടക്കുന്നില്ലല്ലോ. എങ്കിൽ സഹോദരാ, അല്ലാഹുവിന്റെ കോടതിയിൽ പാവപ്പെട്ട ഞാൻ നിൽക്കണം, നിങ്ങളും നിൽക്കണം. അതേ ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50000 സന. ഒരൊറ്റ ദിവസത്തിന് 50000 വർഷമുള്ള ഒരു ലോകം. ആ ലോകത്ത് നിന്നേ പറ്റൂ. അവിടെ സൂര്യൻ വളരെ അടുത്തുദിച്ചു പോയി. ചിലര് ഉയർപ്പിൽ മുങ്ങിപ്പോയി. ചെരിപ്പടിക്കാല് വരെ മുങ്ങിയവരുണ്ട്, മുട്ടുവരെ മുങ്ങിയവരുണ്ട്, അരവരെ മുങ്ങിയവരുണ്ട്, കഴുത്ത് വരെ മുങ്ങിയവരുണ്ട്. അവിടെ സ്പെഷ്യലായ തണല് ലഭിക്കുന്നവരുണ്ട്. ആ 7 വിഭാഗത്തെ സംബന്ധിച്ചും ഞാൻ 7 ദിവസം നാദാപുരത്ത് നിന്ന് വാഴ് പറഞ്ഞപ്പോ 7 ദിവസത്തെ വാഴില്ല 7 കക്ഷികളെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഓ സഹോദരന്മാരെ, അവിടെ വല്ലാത്തൊരു ലോകം തന്നെ. അവിടെ തണല് കിട്ടുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ നീതി പുലർത്തിയ ഭരണാധികാരിയാണ്, പള്ളിയുമായി ബന്ധപ്പെട്ട മനസ്സുള്ള പുരുഷനാണ്, അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരാണ്. സ്നേഹിച്ചത് രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല, പണത്തിന് വേണ്ടിയല്ല, അധികാരത്തിന് വേണ്ടിയല്ല, അല്ലാഹ്ക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരാണ്. ആ സ്നേഹത്തിൽ മരിച്ചവരാണ്. അതേ പടച്ച റബ്ബിനെ ഭയപ്പെട്ട് തെറ്റുകളിൽ നിന്ന് മാറി നിന്നവനാണ്. റബ്ബിന്റെ പൊരുത്തത്തിന് ആത്മാർത്ഥമായി സദഖ ചെയ്തവരാണ്. അതേ സൗകര്യം കിട്ടിയിട്ടും അന്യപെണ്ണുമായി ബന്ധപ്പെടാതെ റബ്ബിനെ ഭയപ്പെട്ട് മാറിക്കളഞ്ഞവനാണ്. അതേ റബ്ബിനെ ഭയപ്പെട്ട് കരഞ്ഞ് കണ്ണിൽ വെള്ളമൊലിപ്പിച്ചവനാണ്. അങ്ങനെ 7 വിഭാഗത്തിന് സ്പെഷ്യൽ തണൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. വേറെ ചില ഹദീസിൽ മറ്റു ചിലരെയും എണ്ണിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ആ മഹ്ശറിൽ നീണ്ട 50,000 കൊല്ലം നിന്നിട്ട് ആരുമില്ല, സഹായിക്കാൻ ഒന്നുമാകുന്നില്ല, കോടതിയിൽ വിചാരണയ്ക്ക് വിളിക്കുന്നില്ല. അപ്പോഴല്ലേ അല്ലാഹു ബഹുമാനിച്ച നേതാവിന്റെ മഹത്വം പ്രകടമാകുന്നത്. ആ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അസാ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അതേ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ശഫാഅത്തിനെ കുറിച്ച് മറ്റു പല സംഗതികളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ അവിടുന്ന് കണ്ണിൽ വെള്ളം നിൽക്കാത്ത വിധം വല്ലാതെ പൊട്ടിക്കരഞ്ഞു. തങ്ങളെ ഉമ്മത്തിന്റെ കാര്യത്തിൽ തങ്ങളെ മനസ്സ് നമ്മൾ വിഷമിപ്പിക്കൂല നബിയേ. വലസൗഫ യുതീക റബ്ബുക ഫതർലാ. അങ്ങേക്ക് റബ്ബ് തരുന്നപ്പോ തങ്ങളെ
തങ്ങളങ്ങ് പൊരുത്തപ്പെടും, തങ്ങൾക്കങ്ങ് തൃപ്തിയാകുമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ആ ശഫീആയ ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ ചിന്തിച്ചു പോകുന്നു, ഗാന്ധി ജയന്തിക്ക് ആഹ്ലാദിക്കുന്നവൻ, സ്വാതന്ത്ര്യ ദിനത്തിന് ആഹ്ലാദിക്കുന്നവൻ, റിപ്പബ്ലിക് ദിനത്തിന് ആഹ്ലാദിക്കുന്നവൻ, ശിശുദിനത്തിന് ആഹ്ലാദിക്കുന്നവൻ, ഏത് ദിനത്തിലും ആഹ്ലാദിക്കുന്നവൻ. പക്ഷേ റസൂലുള്ള ജനിച്ച മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിൽ മദ്രസയിലെ കുട്ടികൾ സന്തോഷപൂർവ്വം പാട്ടുപാടുമ്പോ, അതേ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ, മുഅ്മിനീങ്ങൾക്ക് ബിരിയാണി വെച്ച് കൊടുക്കുമ്പോ, റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ ചൊല്ലുമ്പോ, സലാത്ത് ചൊല്ലുമ്പോ, ഇത് പാടില്ല എന്ന് പറഞ്ഞ് നോട്ടീസും കൊണ്ടുപോകുന്ന ലക്ഷണം കെട്ടവനില്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ പ്രിയം വെക്കാൻ ഭാഗ്യം ലഭിക്കാത്തവൻ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുത്തെ മഹത്വം അവിടെയല്ലേ സർവ്വ അബൂജഹലിനും ബോധ്യപ്പെടുന്നത്? അവിടെയല്ലേ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന് ബോധ്യപ്പെടുന്നത്? നബി തങ്ങളോട് ശഫാഅത്തിന് ആവശ്യപ്പെടാൻ വിളിച്ചപ്പോ തല തിരിച്ചു കളഞ്ഞ ആ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യില്ലേ ഇന്നും റസൂലുള്ളാഹിനെ വിളിച്ച് ശഫാഅത്ത് തേടുന്നവരെ ശിർക്ക് ചെയ്ത മുശ്രിക്കീങ്ങളെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരില്ലേ? അവരോർത്തോളം ആ ില്ല. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫ്ഫാ. ജിബ്രീൽ അലൈഹിസ്സലാം അടക്കം മലക്കുകൾ അണിയണിയായി വന്നുപോയി. ലാ യതകല്ലമൂൻ, ആരും മിണ്ടുന്നില്ല. അവിടെ ആദ്യമായി ആര് റബ്ബിനോട് പറയും? അതാ മുഅ്മിനീങ്ങൾ. ഫബൈനമാ ഹും ഇസ്തഗാസൂ ബിആദം. മുഅ്മിനീങ്ങൾ ദുനിയാവിൽ വെച്ച് അമ്പിയാക്കളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്ത് പഠിച്ചവരാണ്. അവരാദൻ നബിയോട് ഇസ്തിഗാസ ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആദൻ നബിയോട് പോയി ഇസ്തിഗാസ ചെയ്യുമ്പോ ആദൻ നബി അലൈഹിസ്സലാമിന്റെ മറുപടി, ആദ്യം തന്നെ ശുപാർശ പറയുന്ന വലിയ ശുപാർശയുടെ ആള് ഞാനല്ല. ആദൻ നബിക്ക് പിന്നീട് ശുപാർശയുണ്ട്, പക്ഷെ അത് ഉദ്ഘാടനം ചെയ്യാനുള്ള ആളല്ല. നിങ്ങൾ നൂഹ് നബിയോട് പോയി സങ്കടം പറയൂ. ആദൻ നബി ശഫാഅത്ത് തേടരുതെന്ന് പറയുന്നില്ല, ഇസ്തിഗാസ പാടില്ലെന്ന് പറയുന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബിയുടെ സമീപത്തേക്ക് അയച്ചു. അവിടുന്ന് മൂസ നബി അലൈഹിസ്സലാമിന്റെ സമീപത്തയച്ചു. അവിടുന്ന് ഈസാ നബി അലൈഹിസ്സലാമിന്റെ സമീപത്തയച്ചു. ഈസാ നബി അലൈഹിസ്സലാം, ഈസാ ദൈവമാണ്, ഈസാ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞ് ഈസാ നബിയെ നബിയാണെന്ന് വിശ്വസിക്കാതെ ദൈവമാണ് ദൈവപുത്രനാണെന്ന് വിശ്വസിച്ച് വിളിച്ച നസ്റാനികളോട് കടുത്ത വെറുപ്പുള്ള ആളാണ് ഈസാ നബി അലൈഹിസ്സലാം. പക്ഷേ ഈസാ നബിയാണെന്ന വിശ്വാസത്തോടെ പോയി ഇസ്തിഗാസ ചെയ്തപ്പോ ഈസാ നബിക്കൊരു കംപ്ലൈന്റുമില്ല. ഈസാ നബിയാ ഇസ്തിഗാസ റസൂലുള്ളാഹിയിലേക്ക് തിരിക്കാൻ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് എന്ന് ഇസ്ഫഅ ലനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് ശുപാർശ പറയൂ റസൂലേ. അല്ലാഹുവിന്റെ റസൂലിനോട് ശഫാഅത്തിന് പറയുമ്പോ അവിടുത്തെ മറുപടി അനലഹാ, അതിന്റെ അവകാശി ഞാൻ തന്നെ, അതിന്റെ അർഹതയുള്ളവൻ ഞാൻ തന്നെ.
അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയിൽ വെച്ച് തന്നെ പറഞ്ഞതാണ്, ശഫാഅത്തിന്റെ അധികാരം എനിക്ക് നൽകപ്പെട്ട് കഴിഞ്ഞതാണ്, കിട്ടിയതാണ് അധികാരം. പക്ഷേ കിട്ടിയ അധികാരവും വിനിയോഗിക്കുന്ന സമയത്ത് അദബിന് വേണ്ടി ഒന്ന് ചോദിക്കലല്ലേ ശരി? അദബ് വലിയ സംഗതിയല്ലേ? ബാപ്പയും ഉമ്മയും ഒരു മകനെ നിർബന്ധിച്ചു വിവാഹം കഴിക്കാൻ. ആ മകൻ വിവാഹത്തിന് വേണ്ടി ബാപ്പയുടെയും ഉമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ട് തുനിഞ്ഞു. നിക്കാഹിന്റെ സദസ്സായി. നിക്കാഹിന്റെ സദസ്സിൽ നിക്കാഹ് ചെയ്യാൻ പോകുമ്പോ പ്രായമുള്ളവർ ഒന്ന് ബാപ്പനോട് സമ്മതം നിങ്ങെടുത്തോ, ഉമ്മാനോടൊന്ന് സമ്മതം വാങ്ങിക്കോ. സുബ്ഹാനല്ലാഹ്. അതുപോലെ പള്ളി ദർസിൽ നിന്ന് ഓതി പഠിച്ച് കോളേജിൽ വന്ന് ബിരുദം വാങ്ങി, കറുത്ത കോട്ടും വന്നു നല്ലതല്ലേ, ദർസിന് വേണ്ടി എവിടെയും പോയി ദർസ് നടത്താം. ദർസിന് വേണ്ടി വന്ന് ക്ഷണിച്ചപ്പോ ഉസ്താദിനോട് പോയി ഞാനൊരു സമ്മതം എടുക്കട്ടെ എന്ന് ചിന്തിക്കുന്ന മുതഅല്ലിമില്ലേ, അദബുള്ള മുതഅല്ലിം. നേരത്തെ ഉസ്താദ് സമ്മതം കൊടുക്കാഞ്ഞിട്ടല്ല, ബാപ്പയും ഉമ്മയും നിക്കാഹിന് സമ്മതം കൊടുക്കാഞ്ഞിട്ടല്ല, ഈ കല്യാണത്തിന് ആളുകളൊന്നും വന്ന് സമ്മതമില്ലാതെയല്ല, ബിരിയാണി വെച്ച് സമ്മതമില്ലാതെയല്ല. പക്ഷെ ഇപ്പോഴൊരു സമ്മതം എടുക്കൽ ഒരു അദബാണ്. ഇതുപോലെ അള്ളാഹുവിന്റെ റസൂലിന് ആ അധികാരം അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിലും ശഫാഅത്ത് ചെയ്യുമ്പോ അള്ളാഹുവിനോടൊരു സമ്മതമെടുക്കൽ ഒരു അദബല്ലേ? എല്ലാം തന്ന രാജാവിനോടൊരു സമ്മതമെടുക്കൽ, അതിനു വേണ്ടി ഒരൊറ്റ സുജൂദ്. ആ സുജൂദ് ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുന്ന മുഹമ്മദ് നബിയെ തല ഉയർത്തു. തങ്ങൾ ചോദിച്ചോ, തരും നബിയെ, ശഫാഅത്ത് ചെയ്തോ, റെക്കമെൻഡ് ചെയ്തോ, സ്വീകരിക്കും നബിയെ. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നാമത്തെ ശഫാഅത്ത്, അല്ലാഹുവേ ഈ കോടതിയിലിട്ട് എല്ലാവരും ബുദ്ധിമുട്ടിപ്പോയി, നീ ഒന്ന് വിചാരണക്ക് വിളിക്കണം. ഒന്നാമത്തെ ശഫാഅത്ത്, ആരും മിണ്ടാത്ത സമയത്തുള്ള ശഫാഅത്ത്. ഈ ശഫാഅത്തോടുകൂടെ വിചാരണക്ക് വിളിച്ചുപോയി. ആ സമയത്ത് ഈ മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തി പറയാത്ത വല്ല അബൂജഹലും ഉണ്ടോ അവിടെ? റസൂലുള്ളാഹിന്റെ മഹത്വം പറയാൻ പഠിച്ച സർവ്വ അബൂജഹലും, അബൂലഹബും, അത് ഉത്ബത്തും ശൈബത്തും ഫിർഔനും നമ്രൂദും ഖാറൂനും എന്നല്ല റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുമ്പോൾ മുഖം വാടി ആരൊക്കെയുണ്ടോ എല്ലാവരും റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞു പോയി അവിടെ വെച്ച്. അതാണ് അസാ യബഅസക റബ്ബുക മഖാമൻ മഹ്മൂദാ യഹ്മദുൽ അവ്വലൂന വൽ ആഖിറൂൻ. ലോകത്ത് ഇന്നേ വരെ വന്നവരും വരുന്നവരുമായ എല്ലാവരും റസൂലുള്ളാഹിനെ പുകഴ്ത്തി പറഞ്ഞുപോയി. വല്ലാത്ത നേതാവ് തന്നെ, തുല്യതയില്ലാത്ത നേതാവ് തന്നെ. ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ പ്രബോധനത്തിൽ 981 ഡിസംബറിൽ എഴുതിയതുപോലെ നമ്മളെ പോലുള്ള ഒരു മനുഷ്യനല്ല മുഹമ്മദുർ റസൂലുള്ളാഹി. 3-ാം ക്ലാസ്സിലെ മദ്രസ പുസ്തകത്തിൽ മുജാഹിദ് പഠിപ്പിച്ചതുപോലെ സാധാരണ മനുഷ്യനല്ല മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിനെ പുകഴ്ത്തി പറയാത്ത ഒരു സൃഷ്ടിയും ഇല്ല. അസാ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തോടു കൂടെ എല്ലാവരെയും വിചാരണക്ക് വിളിച്ചുപോയി. വിചാരണ സമയത്ത് പല പല സംഭവങ്ങൾ കൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഓ സഹോദരന്മാരെ, രംഗം വളരെ വലുതാണ്, രംഗം വളരെ ബേജാറുള്ളതാണ്, രംഗം വളരെ വിഷമമുള്ളതാണ്. ആ മഹ്ശറയെ സംബന്ധിച്ചു, മഹ്ശറയിലെ ഘട്ടങ്ങളെ സംബന്ധിച്ചു ഇരുന്നിങ്ങനെ ആലോചിച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞുപോയി. എന്തിനാണ് ആയിഷ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ,
മഹ്ശറ ലോകത്തുള്ള സന്ദർഭങ്ങൾ ഇങ്ങനെ ചിന്തിച്ചപ്പോ തങ്ങളെപ്പോലുള്ളവർ ഞങ്ങളെ ഓർമ്മിക്കുമോ ഇല്ലേ എന്ന് ചിന്തിച്ച് കരഞ്ഞു പോയി നബിയെ. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി ആയിഷ അമ്മാ ഫീ സലാസത്തി മവാത്തിന ലാ യദ്കുറു അഹദുൻ അഹദാ. ഒരാളും ഒരാളെയും ഓർമ്മിക്കാത്ത സമയമുണ്ട് ആയിഷ. മനുഷ്യന്റെ നന്മയും തിന്മയും എഴുതി റിക്കാർഡ് വിതരണം ചെയ്ത ഒരു സമയല്ലേ. സുബ്ഹാനല്ലാഹ്, നല്ല മാർക്കോടുകൂടെ ജയിച്ചിട്ടുള്ള ആളുകൾ, ജയിച്ചിട്ടുള്ള കുട്ടികൾ അവരെ മാർക്ക് ലിസ്റ്റ് കൊടുത്തിട്ട് സന്തോഷത്തോടെ അപ്പന്റെ ഉമ്മന്റെ അടുത്ത് വരുമ്പോൾ എന്തൊരു സന്തോഷമാണ്. അതുപോലെ വലങ്കയ്യിൽ കിതാബ് കിട്ടിയവര് ഞാൻ പരീക്ഷയും ഇതൊക്കെ ഉണ്ടാവുന്ന നേരത്തെ ഉറപ്പിച്ചിട്ട് നന്നായിട്ട് അധ്വാനിച്ച് നല്ല അമലോടുകൂടെ ജീവിച്ച് നിങ്ങളൊന്ന് വായിച്ചു നോക്കേണ്ട കിതാബ് എന്ത് സന്തോഷമുണ്ട്. സന്തോഷത്തോടെ റിക്കാർഡ് കാണിക്കുന്ന മഹാന്മാരുണ്ട്. അതേ സമയത്ത് വലങ്കൈ പിടിച്ചു കെട്ടിയിട്ട് ഇടത്തെ കയ്യിൽ പിൻഭാഗത്തുകൂടി കിതാബ് ലഭിക്കപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു രംഗമുണ്ടായി. നന്മയും തിന്മയും അതാ തൂക്കുന്നൊരു രംഗമുണ്ടായി. സിറാത്തിന്റെ മേലെ കൂടെ കടന്നു പോകുന്നൊരു രംഗമുണ്ടായി. അവിടെയൊന്നും ഒരാളും ഒരാളെ ഓർമ്മിക്കൂലേ ആയിഷ. അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഘട്ടങ്ങൾ പലതുണ്ട് പരലോകത്ത്. അല്ലാഹുവിനോട് തൗബ ചെയ്ത് അല്ലാഹുവിനോട് കരഞ്ഞു പറഞ്ഞ് ആഖിറത്ത് ചിന്തിച്ച് ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത്